ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്തീനായിക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ ഭാഗകരാൻ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ ഭാഗകരാൻ. കരിസ്താ ക്ഷയിച്ചവരെ ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ യേശുവിനരികെ അണയാം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. കരിസ്താ കരിസ്താ കരിസ്താ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ.
പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ 3 മണി സമയം ഈശോയുടെ പീഡാനുഭവത്തെയും ഈശോ നമുക്ക് വേണ്ടി സഹിച്ച വേദനകളെയും ധ്യാനിച്ചുകൊണ്ട് എന്തുമാത്രം സ്നേഹമാണ് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞത്, എന്തുമാത്രം കരുണയാണ് കർത്താവ് നമ്മുടെ മേൽ കാണിച്ചത് എന്നത് തിരിച്ചറിയുന്ന നിമിഷമാണ്. ഈ 1 മണിക്കൂറിൽ കർത്താവിൻ്റെ ഈ ഒരു വലിയ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. അവിടുന്ന് വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ബോധ്യത്തോടുകൂടെ സന്തോഷത്തോടെ ഈ മണിക്കൂറിൽ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്കും ലോകം മുഴുവൻ്റെ മേലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നരുൾ ചെയ്തുകൊണ്ട് നെറ്റിയിൽ ചാരം പൂശി കർത്താവിൻ്റെ പീഡാസഹനത്തെ ഏറ്റവും അടുത്ത് ധ്യാനിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുകയാണ്. 50 ദിവസങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാനസാന്തരത്തിനും മാറ്റത്തിൻ്റെയും ഒരു സമയമാണ്. നമ്മൾ തീരുമാനമെടുക്കുകയാണ്. ഇന്ന ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത കാര്യം ഇതാണ്. 54-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. അതായത് ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാനായ ദൈവം മനുഷ്യവംശത്തോട് കാണിക്കുന്ന സ്നേഹം മനുഷ്യവംശം തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വലിയ ഉറപ്പ് കർത്താവ് തരുന്നുണ്ട്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ പിരിയാതെ നിൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ഈ ഞാൻ. ദിവ്യകാരുണ്യമായി കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ്, എന്തൊക്കെ സംഭവിച്ചാലും മകനെ മകളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. 55-ാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം പറയുന്നു, കർത്താവിനെ കണ്ടെത്താൻ ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ. 2 കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ. കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈ ഒരു സമയം നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം, കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാം, കർത്താവിൻ്റെ കരുണയെ മനസ്സിലാക്കാം. വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ വിഭൂതി തിരുനാളിലൂടെ നമ്മൾ ഈ ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ ആയി കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു സമയമാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ തെറ്റായ വ്യാഖ്യാനങ്ങളുമൊക്കെ അബദ്ധ ചിന്താഗതികളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് ദൈവത്തെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ മറ്റു ചില പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഉപവാസത്തിന് തുല്യമാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ മനസ്സ് എന്താണ് എന്ന് കൃത്യമായിട്ടും പറയുകയാണ്. എന്താണ് കർത്താവ് ഈ ഒരു ഉപവാസത്തിലൂടെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയാം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കേറെ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും അതൊക്കെ മാറ്റിവെക്കാറുണ്ട്, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ എല്ലാറ്റിലും ഉപരിയായി ഒരു ബാഹ്യമായ പ്രകടനത്തെക്കാൾ ഉപരിയായി ഒരു ആന്തരികമായ ഒരു മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഉള്ളു പരിശോധിക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, എന്തുമാത്രം ഒരു വിശുദ്ധി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഉപവാസം എന്താണെന്നുള്ളത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു വെക്കുന്നുണ്ട്. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മ പ്രവർത്തികളാൽ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ആത്മീയതയുടെ പ്രകാശം നമ്മുടെ ഉള്ളിൽ ഉദിക്കും. ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിൻ്റെ ജീവിതം മുഴുവനും നന്മ പ്രവർത്തികൾ കൊണ്ട് മുഖരിതമാകണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നല്ലവരെയും തിന്മ ചെയ്തവരെയും ഒക്കെ വേർതിരിക്കുന്ന അവസാന വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാന വിധി സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്തവരെല്ലാവരും ദൈവത്തിൻ്റെ ആ വലിയ സൗഭാഗ്യത്തിനായിട്ട് മാറുകയാണ്. അവിടെയും ദൈവം പറയുന്ന കാര്യം ഇതാണ്: വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ കൂലി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരോടൊക്കെ കരുണയോടെ പെരുമാറുക. ഈ ഒരു കരുണയുടെ ഒരു വലിയ സുവിശേഷമാണ് ദൈവം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. അതായത് നിൻ്റെ ജീവിതം മുഴുവനും കരുണയുടെ ഒരു ജീവിതമായിട്ട് മാറണം. നീ കണ്ടുമുട്ടുന്നവരോടും നിൻ്റെ ചുറ്റുമുള്ളവരോടും നിൻ്റെ കൂടെയുള്ളവരോടുമൊക്കെ ഒരു കരുണയുടെ ഒരു മനോഭാവം. ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മുറിഞ്ഞുപോയ ബന്ധങ്ങളൊക്കെ വീണ്ടും അത് റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും അത് ശരിയാക്കുക എന്നുള്ളത്. നമ്മുടെയൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്ക് ഒരു വലിയ വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തിരുത്താനായിട്ടുള്ളൊരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉദ്യമമെന്ന് പറയുന്നത് വീണ്ടും എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു തിരിച്ചു നടത്തും. എനിക്കതിന് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമുക്കിങ്ങനെ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ്, അതുപോലെ എൻ്റെ ജീവിതം പോകുന്നത് ശരിയായ രീതിയിലല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും തിരിച്ചു നടക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷേ തിരിച്ചു നടക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം കണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ ഒരു വലിയ നോമ്പിൻ്റെ സമയത്ത് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം, എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കരുണയോടെ എൻ്റെ ജീവിതത്തെ കടാക്ഷിക്കുന്ന എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും അതുപോലെ തന്നെ ദാനധർമ്മത്തിലൂടെയും നന്മ പ്രവർത്തികളിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ദൈവം തരുന്ന ഈ സമയം അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്നവരോട് ഒരു ചെറുപുഞ്ചിരിയോടെ ആണെങ്കിൽ പോലും നമ്മൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ അത് തന്നെ ഒരു വലിയ ആശ്വാസമായിട്ട് മറ്റുള്ളവർക്ക് മാറും. നമ്മുടെയൊക്കെ ആ ഒരു നൈർമല്യം കാത്തു സൂക്ഷിക്കുവാനായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഇപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞത്
നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. അതായത് നിൻ്റെ ഭാഗത്ത് നീ നടത്തേണ്ടതായിട്ടുള്ള ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതായത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഭവനരഹിതനെ വീട്ടിൽ പാർപ്പിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നീ ചെയ്യുന്ന ഈ സൽപ്രവർത്തികൾ മൂലം നീ വിശുദ്ധീകരിക്കപ്പെടുകയും അപ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുവാനായിട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും കർത്താവിൻ്റെ ഈ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങളെ ഈ ലോകത്തെ മുഴുവനെയും നിൻ്റെ കരുണയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ലോകത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ഈ വരുന്ന നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവെ നിന്നിലേക്ക് അടുക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ, നിന്നെ അറിയുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാനായുള്ള ഉറച്ച തീരുമാനമെടുക്കുവാൻ, വലിയ മാറ്റങ്ങളും പരിവർത്തനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടത്തുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനെയും ദൈവകരുണയിൽ സമർപ്പിച്ച് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും രോഗികളായിട്ടുള്ളവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജോലി മേഖലകളിൽ തടസ്സം നേരിടുന്നവർ, സാമ്പത്തികമായി വരുമാന മാർഗങ്ങളിലൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളിലുമൊക്കെ ആയിരിക്കുന്നവർ എല്ലാവരെയും പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വിവാഹ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എല്ലാം ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെ പ്രത്യേകം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കാം. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ നടക്കുന്ന